കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ കയറി വൈദികനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിലായി. കാസർഗോഡ് ഭീമനടി സ്വദേശി മുഹമ്മദ് മുസ്തഫയാണ് പിടിയിലായത്. ആവശ്യപ്പെട്ട ധനസഹായം നൽകാത്തതിനെ തുടർന്നായിരുന്നു ആക്രമണം. കണ്ണൂർ ബിഷപ്പ് ഹൗസിലെ വൈദികനായ ഫാദർ ജോർജ് പൈനാടത്തിന് നേരെയായിരുന്നു ആക്രമണം. ബിഷപ്പ് ഹൗസിൽ ധനസഹായം ആവശ്യപ്പെട്ടാണ് മുസ്തഫ എത്തിയത്. ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം മുസ്തഫ ഓഫീസ് ചുമതലയിലുണ്ടായിരുന്ന ഫാദർ ജോർജ് പൈനാടത്തിനെ കണ്ടു. എന്നാൽ മുസ്തഫ ആവശ്യപ്പെട്ട പണം നൽകാൻ വൈദികൻ തയ്യാറായില്ല. തുടർന്നാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വൈദികനെ കുത്തിയത്. ബിഷപ്പ് ഹൗസിൽ നേരത്തെ ഉണ്ടായിരുന്ന മറ്റൊരു വൈദികനുമായുള്ള സാമ്പത്തിക തർക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ കൂടുതൽ പണം ആവശ്യപ്പെട്ടതെന്ന് ഫാദർ ജോർജ് പൈനാടത്ത് 24-നോട് പറഞ്ഞു. നിങ്ങൾ ഈ 40 വർഷം മുമ്പ് കേസ് കൊണ്ട് നടന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ചേട്ടമ്പാ നമുക്ക് ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് ചായ ഒന്നും വേണ്ട, എനിക്ക് വെള്ളം മതി എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു. അന്നേരം ഞാനൊരു 1000 രൂപ കൊടുത്തു. അന്നേരം നിങ്ങൾ വന്നതല്ലേ, അപ്പോൾ ആ വൗച്ചറൊന്ന് ഒപ്പിടാൻ പറഞ്ഞു. പെട്ടെന്ന് പുള്ളി മൂവ് ചെയ്ത് ഈ കത്തി കൊടുത്ത് കുത്ത് നടത്തി. ആക്രമണത്തിൽ വൈദികന്റെ വലതു കൈക്കും വയറിനും പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. 24 കണ്ണൂർ.